ഇവിടെ പുസ്തക പ്രകാശനാണ് ഇന്നിവിടെ നടക്കുന്നത്. മറ്റത് അത് കഴിഞ്ഞിട്ടുള്ളതൊരു പുസ്തകം ഏറ്റുവാങ്ങുന്നതാണ്. ഷബ്നയെ വേദിയിലേക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിമാനത്താരം സ്നേഹ ഫാത്തിമയുടെ പുസ്തക പ്രകാശം. ഷബ്നയെ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. പ്രത്യേക രീതിയിൽ സ്കൂളുകളിൽ കൃത്യമായി എത്തിച്ചേരുകയും സ്കൂളിൽ നടന്ന NMMSC ഉൾപ്പെടെയുള്ള സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിക്കൊണ്ട് മറ്റ് വിദ്യാർത്ഥികൾക്ക് പോലും മാതൃകയായി തന്റെ രണ്ടാമത്തെ പുസ്തകം കൂടെ ഇന്ന് പ്രകാശന കർമ്മം നിർവഹിക്കുകയാണ്. ഒന്നാമത്തെ പുസ്തകം എന്നെ എഴുതും. രണ്ടാമത്തെ പുസ്തകം നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പ്രകാശനം ചെയ്ത് അതിന്റെ ആദ്യ കോപ്പി വംശഹത്യയും സ്വാതന്ത്ര്യ പോരാട്ടവും എന്ന പുസ്തകം ഷഫ്ന ഫാത്തിമ MLA കൈമാറി ചെയ്തുകൊണ്ട് അതിന്റെ ആദ്യ കോപ്പി പ്രകാശനം ചെയ്യപ്പെടും. പുസ്തകത്തിന്റെ രണ്ടാമത്തെ പതിപ്പ് ഷഫ്ന ഫാത്തിമ MLA അഡ്വക്കേറ്റ് ഫാത്തിമ അബ്ദുലിലേക്ക് കൈമാറുന്നു. ചിലർക്ക് ശാരീരികമായിട്ടായിരിക്കാം, ചിലർക്ക് മാനസികമായി, ചിലർക്ക് സാമ്പത്തികമായി, അങ്ങനെ പലരും പല പ്രയാസങ്ങളുടെയും കടന്നു പോകുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ ചിലരെങ്കിലും ഇതുപോലുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ ചിന്തിക്കുകയാണ്, ഇത്രയും വേദനകൾ തന്നുകൊണ്ട് ദൈവം എന്തിനാണാവോ എന്നോട് സൃഷ്ടിച്ചിട്ടത് എന്ന്. പക്ഷെ ആ സമയം നമ്മൾ ഗസയിലേക്ക് നോക്കണം, നമ്മളെ അവരെ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ അടുക്കള ഇവിടെയുള്ള ഓരോ കുട്ടികളും എഴുന്നേൽക്കുന്നുണ്ടാവുക പേരൻസ് വന്ന് വിളിച്ചിട്ടോ അല്ലെങ്കിൽ അലാറത്തിന്റെ ശബ്ദം കേട്ടിട്ടോ മറ്റോ ആയിരിക്കും. പക്ഷെ ഗസയിലെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നത് ബോംബുകളുടെയും മിസൈലുകളുടെയും ശബ്ദം കേട്ടിട്ടാണ്. ഇപ്പൊ ഗസയിൽ ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും, പക്ഷെ അവരെയൊന്നും ഉയർത്തിക്കൊണ്ടുപോകാൻ ആളുകൾ ഉണ്ടാവില്ല. ഇതിപ്പോ ഞാനിവിടെ ഇരിക്കുന്നതിൽ അത് എൻ്റെ ഒരു കഴിവായിട്ടാണ് കാണുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുന്നത്. എനിക്കൊപ്പം നിൽക്കുന്ന എൻ്റെ പേരൻസും കൂത്താട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ്റെ പ്രിയ അധ്യാപകരും BRC അധ്യാപകരൊക്കെ ഇവിടെ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് അറിയുന്ന ആളുകളെ തന്നെ പറഞ്ഞ് തീരുക. അതുപോലെ അറിയുന്നതും അറിയാതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ സപ്പോർട്ട് എടുത്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുന്നത്. സോ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു പുസ്തകം എഴുതുമ്പോൾ ഇതിനോരോ സംഭവം എഴുതുമ്പോൾ എന്നോട് തന്നെ ചില സമയത്ത് കരഞ്ഞു പോകാൻ അത്രയ്ക്ക് വിഷമം തോന്നും. നമ്മളെ പോലെ തന്നെ ഒരുപാട് മനുഷ്യരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ ചില സമയത്ത് കരഞ്ഞു പോകുക വരെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വായിക്കണമെന്ന് കഴിയുന്ന രീതിയിൽ മീഡിയ സപ്പോർട്ട് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി ഹരിയ ട്രസ്റ്റ് സമർപ്പിക്കുന്ന
രണ്ടാമതൊരു ബുക്ക് ഇറങ്ങുന്നുണ്ട്. Thank you.